ലൈംഗികാരോപണ കേസിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള പടിയിറക്കത്തിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പാലക്കാട്ടെ കന്നിപ്പോരാട്ടത്തിൽ വമ്പൻ ജയം നേടി 9 മാസത്തിനുള്ളിലാണ് രാഷ്ട്രീയമായ ഈ തിരിച്ചടി. ഇന്ന് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നരാധമ സദസ്സ് കല്യാശ്ശേരിയിൽ കിട്ടിയതിന് കൊല്ലത്ത് തിരികെ കൊടുത്ത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് കയറുകയാണ്. ഡിവൈഎഫ്ഐക്കാരൻ പൊതുച്ചോറിന്റെ മറവിൽ ചെയ്തിട്ടുള്ള നൂറുകണക്കിനായ കൊള്ളരുതായ്മകളെ പറ്റി വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട്. അതിവേഗത്തിലുള്ള വളർച്ച, ശരവേഗത്തിലുള്ള വീഴ്ച, അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ചത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേരളം ശ്രദ്ധിക്കുന്ന ശബ്ദമായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ലൈംഗികാരോപണങ്ങളിൽപ്പെട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു. പത്തനംതിട്ട അടൂരുകാരനായ രാഹുൽ KSUവിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. 2016 NSUI ദേശീയ സെക്രട്ടറിയും 2020 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും KPCC അംഗവുമായി. ചാനൽ ചർച്ചകളിൽ സ്ഥിരം മുഖമായതോടെ അറിയപ്പെടുന്ന നേതാവിലേക്കുള്ള വളർച്ച. വിവാദങ്ങളും വിട്ടൊഴിയാതെ നിന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെത്തിയപ്പോൾ വ്യാജ വോട്ടർ ID കാർഡ് വിവാദം കത്തിപ്പടർന്നു. ഷാഫി പറമ്പിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെച്ച് വടകര MP ആയപ്പോൾ പാലക്കാട്ട് രാഹുലിന്റെ ആദ്യ മത്സരം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുണ്ടായ പെട്ടി വിവാദവും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായി. ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ച് നിയമസഭയിലെത്തി. യൂത്ത് കോൺഗ്രസിലെ വയനാട് ഫണ്ട് വിവാദം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേതൃത്വത്തെ മറികടന്ന് PV അൻവറുമായി നടത്തിയ കൂടിക്കാഴ്ച, DYFIയുടെ പൊതുച്ചോറ് വിതരണത്തെ അധിക്ഷേപിക്കൽ, അങ്ങനെ നീളുന്നു വിവാദങ്ങളുടെ നീണ്ട പരമ്പര. ഒടുവിൽ ലൈംഗികാരോപണങ്ങളിൽ നാണം കെട്ടും ഗതികെട്ടും പാർട്ടി നടപടി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.